കാപ്പി പൂത്തു കഴിഞ്ഞാൽ പരിസരം മുഴുവൻ കാപ്പിപ്പൂവിൻ്റെ സുഗന്ധം തന്നെയായിരിക്കും. കാപ്പി പൂത്താൽ ക്ഷണിക്കാതെ തന്നെ എത്തുന്ന കുറച്ച് അതിഥികളുണ്ട്. തേനീച്ചകളും മറ്റു പ്രാണികളും. ആദ്യത്തെ കാപ്പി പിടിച്ചതിനു ശേഷം രണ്ടാമത്തെ വട്ടം കാപ്പി പൂത്തതാണ് ഈ കാണുന്നത്. ഇവിടെ കാപ്പിക്കുരു കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നതല്ലാതെ ഒടിച്ചു വയ്ക്കാറില്ല. കിഴക്കേ ആഫ്രിക്കയിലെ എത്യോപ്യയിലെ കാഫ എന്ന സ്ഥലമാണ് കാപ്പിയുടെ ജന്മദേശം. 17-ാം നൂറ്റാണ്ടിൽ ബാബ ബുദ്ധൻ എന്ന സൂഫി സന്യാസി യമനിൽ നിന്നും വിത്തുകൾ കടത്തിക്കൊണ്ടുവന്നതോടെയാണ് കാപ്പി കേരളത്തിലേക്കും എത്തിയത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ, അതായത് 1825-ൽ ബ്രൗൺ എന്ന ബ്രിട്ടീഷുകാരൻ വയനാട്ടിലെ മാനന്തവാടിയിൽ ആദ്യത്തെ കാപ്പിത്തോട്ടം സ്ഥാപിച്ചു. ഇത് കേരളത്തിലെ കാപ്പി കൃഷിയുടെ വലിയൊരു തുടക്കം തന്നെയായിരുന്നു. അതോടെ കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്കും കാപ്പി കൃഷി വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു വന്നത്, കിഴക്കേ ആഫ്രിക്കയിൽ ഉണ്ടായ കാപ്പി കേരളത്തിൽ ചായ പോലെ തന്നെ പ്രിയപ്പെട്ടതായി മാറി.